മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 4 തിങ്കളാഴ്ചകളായിട്ട് നിരവധി വ്യക്തികളെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് സമഗ്രമായ ആചാരങ്ങളുടെ സ്രോതസ് ക്ലാസിഫൈ ചെയ്തിട്ട് വിവരിച്ചതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങളോട് ഇതെല്ലാം വിവരിക്കുമ്പോൾ എൻ്റെ മനസ്സിന്നു നിങ്ങൾക്കിത് നല്ലോണം മനസ്സിലാവുന്നുണ്ടെന്ന്. മനസ്സ് പറയാൻ കാരണം എന്താ അറിയും? ആചാരങ്ങളെ കുറിച്ച് കുറേ കാലമായിട്ടില്ല നിങ്ങൾ കേൾക്കുന്നു. അത് നിങ്ങളിൽ നല്ല സ്വാധീനം വരുത്തുന്നുണ്ട് എന്നും എനിക്കറിയാൻ സാധിച്ചു. അപ്പൊ കുറേ ഇട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ആദ്യം മനസ്സിലാക്കേണ്ടി ചില കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. കഴിഞ്ഞ 4 തിങ്കളാഴ്ചകളിൽ പറഞ്ഞത് വേദങ്ങളുടെ സന്ദേശങ്ങള്, ബ്രാഹ്മണങ്ങളിൽ പറയുന്ന ആചാരങ്ങള്, അതേപോലെ ആരണ്യകങ്ങളിലുള്ള ആചാരങ്ങള്, ഉപനിഷത്തുക്കളിലുള്ള ആചാരങ്ങള്, ശിക്ഷാഗ്രന്ഥങ്ങളിലുള്ള ആചാരങ്ങള്, ശ്രൗതസൂത്രങ്ങളിലുള്ള ആചാരങ്ങള്, അതേപോലെ സുൽഭസൂത്രങ്ങളിലുള്ള ആചാരങ്ങള്, പിതൃമേധ സൂത്രങ്ങളിലുള്ള ആചാരങ്ങള്, ധർമ്മശാസ്ത്രങ്ങളിലുള്ള ആചാരങ്ങൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കാം. പുരാണങ്ങളിലുള്ള ആചാരങ്ങള്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആചാരങ്ങളും കഥാരൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് വിവരിക്കുന്നത് ആ പുരാണങ്ങളും. വേദത്തിലും ഉപനിഷത്തിലും ബ്രാഹ്മണങ്ങളിലും ശ്രൗതസൂത്രങ്ങളിലും വേദാംഗങ്ങളിലും എല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളുണ്ട്. വളരെ വളരെ നിഷ്ഠയോടുകൂടി പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെ ശാന്തമായിട്ട് കഥയിലൂടെ പറഞ്ഞിരിക്കാം. ഉദാഹരണമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് വിചാരിക്കാം. ഇല്ല, അംബരീഷൻ എന്ന രാജാവിന്റെ കഥയുണ്ട്. ഇതൊരു കഥയാണ്. ആ അംബരീഷൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിന് മഹത്വം പറയാം. അപ്പൊ നമ്മള് ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അംബരീഷനെ മുമ്പിൽ നിർത്തിയിട്ട് പറയാം. അജാമിളൻ നാമം ജപിച്ചതിന്റെ മഹത്വം വിവരിക്കുന്നുണ്ട്. ഇതിലൂടെ നാമജപം എന്ന ആചാരം വിവരിക്കാം. നല്ല ഭക്തി ഉണ്ടാവണം എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെല്ലാം പറയുന്നത്. പ്രഹ്ലാദനിലൂടെ ഭക്തി നമ്മളെ വിവരിക്കാം. ഓരോ ദേശത്തെ കുറിച്ച് പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഹരിദ്വാറിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ നമ്മുടെ ആ TV-യിൽ ഹരിദ്വാറിനെ, ഋഷികേശിനെ കുറിച്ചും എല്ലാം നിങ്ങളിപ്പോ നിത്യം കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ എല്ലാം പോകുമ്പോൾ ചെയ്യേണ്ട ആചാരങ്ങളുണ്ട്. അത് ഉപനിഷത്തിൽ കാണില്ല, വേദത്തിലില്ല, കൽപ്പശാസ്ത്രത്തിലില്ല, ശാഗ്രന്ഥങ്ങളിലില്ല, പുരാണങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഗയയിലേക്ക് ഋഷിച്ച് പോകുമ്പോ, കൈലാസത്തിലേക്ക് പോകുമ്പോ, മാനസരോവരത്തിലേക്ക് പോകുമ്പോ, ഗംഗോത്രിയിലേക്ക് പോകുമ്പോ, യമുനോത്രിയിലേക്ക് പോകുമ്പോ, അതുപോലെ തന്നെ ഗോദാവരി നദീ തീരത്ത് പോകുമ്പോ, രാമേശ്വരത്ത് പോകുമ്പോ, കന്യാകുമാരി പോകുമ്പോ ചെയ്യേണ്ട ആചാരങ്ങളൊക്കെ എവിടെയാ വിവരിച്ചിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് നോക്കിയാല് പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ദേശങ്ങളും തീർത്ഥഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ മുഴുവനും പുരാണങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്. ഏതാണ് ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട? സ്കന്ദഷഷ്ടി, അഷ്ടമി രോഹിണി, തിങ്കളാഴ്ച വ്രതം, ഏകാദശി വ്രതം, ദ്വാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, വൈശാഖ മാസത്തിൽ ചെയ്യേണ്ട ആചാരങ്ങൾ, കർക്കിടക മാസം ചെയ്യേണ്ട ആചാരങ്ങൾ, ഇങ്ങനെ ഓരോന്നുണ്ട്. സ്വർഗവാതിൽ ഏകാദശി, തൃപ്രയാർ ഏകാദശി, ഗുരുവായൂർ ഏകാദശി, ഇങ്ങനെയുള്ള ഏകാദശി ദിവസങ്ങള്, ദ്വാദശി ദിവസങ്ങള്, ജ്യോതിഷി ദിവസങ്ങള്, ചതുർത്ഥി ദിവസങ്ങള്, വെളുത്ത വാവ്, പ്രഥമ, ദ്വിതീയ, ചതുർത്ഥി, പിന്നെ നക്ഷത്രങ്ങള്, കാർത്തിക മാസത്തിൽ എന്ത് ചെയ്യണം, ഫാൽത്തിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ആചാരങ്ങൾ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല. 18 മഹാപുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലൂടെ കടന്നുപോയ മുഴുവനും കിട്ടും. ഇതിലും അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ടുണ്ട്. ആദ്യം എഴുതിയ പുരാണങ്ങളിൽ വിവരിക്കുന്ന മാതിരി അല്ല പിന്നീട് എഴുതിയ പുരാണങ്ങളിൽ വിവരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്നും പീനൽ കോഡ് മാതിരി ജിഡല്ല, നമുക്ക് ഫ്ലെക്സിബിൾ. നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ ഗയയിലേക്ക് പോയി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ അത്രയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഈ രീതിയിലാ ചെയ്യാൻ. ഓക്കെ, ദാറ്റ് യു ക്യാൻ ഡു. പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചിറങ്ങുന്നവർക്ക്, അത് പണ്ടുള്ളവർ
അവരെവിടെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോകേണ്ട. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഗരുഡ പുരാണത്തിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്, വളരെ സ്പെസിഫിക്. ഗരുഡ പുരാണം 2-ാം ഭാഗത്തില് മരണശേഷം ജീവാത്മാവ് ഏത് നരകത്തിലെല്ലാം പോകുന്നു, ഏത് സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളീയരായ സ്ഥിതിക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല, നരകത്തിലെ സാധ്യത. അപ്പൊ നരകത്തിലൂടെ പോകുന്നത് വിവരിച്ചിട്ടുണ്ട്. ഇത് മുഴുവനും മരിച്ച ആള് കേൾക്കേണ്ടതല്ല, മക്കളോ ആ അന്ത്യകർമ്മം ചെയ്യുന്നവരോ കേൾക്കേണ്ടത്. ഇതിനറിയോ, അച്ഛൻ ഇന്ന നരകത്തിലൂടെ കടന്നു പോകുമ്പോൾ മകൻ ചെയ്യേണ്ട ആചാരങ്ങളുണ്ട്. മകൻ ഈ ആചാരം ചെയ്താലേ അച്ഛൻ കുംഭിക്കാതെ നരകത്തിൽ നിന്ന് മോക്ഷം കിട്ടുള്ളൂ എന്നുണ്ട്. അപ്പൊ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ മകൻ ഭൂമിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ അറിയോ, നമ്മുടെ മക്കള് നമ്മുമായിട്ടുള്ള ബന്ധം ദൃഢമാകുന്നു. എന്റെ അച്ഛൻ എന്റെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ അച്ഛന്റെ ആത്മാവിന് സുഖവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവണം. ദുഃഖവും വേദനയും അതുപോലെ തന്നെ വേറൊന്നും ഉണ്ടാവരുതെങ്കിൽ ജീവിച്ചിരിക്കുന്ന മകന്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. സ്പെസിഫിക് ആയിട്ട് ഗരുഡ പുരാണത്തിലെ 2-ാം ഭാഗം. ഇവിടെ നമ്മൾ ആലോചിക്കാനുള്ളത്, എല്ലാ പുരാണത്തിലും ഇത് കാണില്ല. ചില പുരാണങ്ങളില് ചില സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ പുരാണം വളരെ രസകരമായിട്ട് ദേശത്തെയും കാലത്തിന്റെയും അടിസ്ഥാനമാക്കിയുള്ള ആചാരങ്ങളെ കുറിച്ച് പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. എങ്കിലും പുരാണം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. വളരെ രത്നം. പക്ഷെ ധൃതരാഷ്ട്രരോട് ഉപദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരും ധൃതരാഷ്ട്രം ആ ഉപദേശങ്ങൾ മുഴുവനും ആചാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളാണ്. ധർമ്മപുത്രരോട് വിവരിക്കുന്നതുണ്ട് പുരാണങ്ങളിൽ. ഇതിഹാസത്തിന്റെ കാര്യമല്ല പറയുന്നത്, പുരാണത്തില് ധർമ്മപുത്രരോട് വിവരിക്കുന്ന കാര്യങ്ങളുണ്ട്, ആചാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അത് വിവരിക്കുന്നത്. അപ്പൊ വിതുരന്റെ ഉപദേശം, കൃഷ്ണന്റെ ഉപദേശം, അല്ലെങ്കിൽ ലക്ഷ്മണന്റെ ഇതിഹാസത്തിലുള്ള ഉപദേശം, ഇതെല്ലാം ആചാരങ്ങളെ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി കണക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ആചാരങ്ങളെ കുറിച്ച് കുറേ അധികം മനസ്സിലാക്കാൻ അവസരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ പ്രണാമം, നമസ്കാരം.